കപ്പൽ അങ്ങനെ ഈ രാജ്യത്ത് വന്ന് ആങ്കർ ഇട്ടിട്ട് അങ്ങനെ 7 ദിവസങ്ങൾ കഴിയുകയാണ്. 7 ദിവസമായിട്ട് ഒരേ സ്ഥലത്ത് അങ്ങനെ ആങ്കർ ഇട്ട് ഞങ്ങളുടെ കപ്പൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങളുടെ കപ്പൽ ഇങ്ങനെ ആങ്കറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ കപ്പലിന്റെ അടുത്തൂടെ പല കപ്പലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ അതിലൊരു പ്രത്യേകതര കപ്പൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്കും കൂടെ ഒന്ന് തട്ടി വിട്ടേക്ക്. കപ്പലിൽ അപ്പോൾ ഈവനിങ് ടൈം ആയപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ചായയും എടുത്തിട്ട് ഈ സൈഡിലൂടെ ഒന്ന് നടന്നു പോയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും 2 കപ്പലുകൾ അവിടെ കിടക്കുന്നത്. ഒരു വലിയ കപ്പലും ഒരു കുഞ്ഞു കപ്പലും അടുത്തടുത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. അതപ്പോൾ എന്തിനാണ് അങ്ങനെ കിടക്കണമെന്ന് അറിയാനുള്ളവർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്ക്. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കപ്പൽ എടുത്തിട്ട് കാണിച്ചായിരുന്നു. അതിന് വന്ന കമന്റുകളൊക്കെ കണ്ട് ഞാൻ ചിരിച്ച് ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളിവിടെ ലോഡ് ഇറക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്കയുടെ അടുത്തുള്ള മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞു. ഇതുവരെ അകത്ത് വിളിച്ചില്ല. അകത്ത് നിറയെ കപ്പലുകൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കപ്പലിൽ നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ആങ്കറിൽ തന്നെ കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ആങ്കറിൽ കിടക്കുന്നത് ഒരു സുഖം തന്നെയാണ്. ജോലികളൊക്കെ കുറവാണ്. ഇങ്ങനെ സുഖമായിട്ട് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകാം ഓരോ ദിവസങ്ങളും. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടേക്ക്. കപ്പലെ പറ്റിയോ കപ്പലിലെ ജോലികളെ പറ്റിയോ കപ്പലിൽ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടതെന്നും ജോലിക്ക് കയറേണ്ടതും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ഇട്ടേക്ക്. അതിന് ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്, പുതിയ വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.